നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഛായാവാദിലെ ചാർ സ്തംഭിലേക്കായുള്ള സൂര്യകാന്ത് ത്രിപാഠി നിരാല എഴുതിയ സരോജ് സ്മൃതി എന്ന ശോകഗീതാണ്. ഭാര്യ മരിച്ച് ഒരു 2 വർഷത്തിന് ശേഷം മകളും നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ മകൾ മരിക്കുമ്പോൾ ആളിങ്ങനെ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോവാണ്. അപ്പോൾ സ്വന്തം മകൾ മരിച്ച ദുഃഖത്തിൽ മകളുടെ ഓർമ്മകൾ, ജനനം തൊട്ട് മരണം വരെയുള്ള ഓർമ്മകളെ എല്ലാം കൂടി കൂട്ടി എഴുതിയ ഒരു കൃതിയാണ് സരോജ് സ്മൃതി. ഇതപ്പോൾ ഒരു ശോകഗീതാണ്. മകൾ മരിക്കുന്ന സമയത്ത് അവൾ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. നവവധുവായിരുന്നു. മകളുടെ വിവാഹത്തിൻ്റെ വർണ്ണനയും സൗന്ദര്യവും അതുപോലെ തന്നെ അവളുടെ മരണസമയത്തുള്ള വർണ്ണനകളും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ഷോർട്ടായിട്ടൊരു സമ്മറിയാണ് പറയുന്നത്. അപ്പോൾ മകളുടെ വിവാഹത്തിൻ്റെ സമയത്ത് ഈ മംഗളകാര്യം നടക്കുമ്പോൾ ഇങ്ങനെ കലശം കുടത്തിലിങ്ങനെ വെള്ളം ഒഴിക്കത്തില്ലേ, ആ സമയത്ത് മകളിങ്ങനെ സൂര്യകാന്ത് ത്രിപാഠി നിരാലയനെ നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ കവിക്ക് തോന്നുന്നത് അവളുടെ പുഞ്ചിരിയിൽ മിന്നൽ പോലെ ഒരു പ്രഭ തോന്നാണ്. തുടർന്ന് കവി പറയാണ്, ജീവിതം ഇങ്ങനെ ഭാര്യയൊക്കെ നഷ്ടപ്പെട്ട് വല്ലാണ്ട് ശോകിച്ചിരുന്ന സമയത്ത് ഈ മകളായിരുന്നു ആകെയുള്ളൊരു പ്രതീക്ഷ. ഈ മകളായിരുന്നു സന്തോഷത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കാരണം. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ പിന്നെയും സന്തോഷം ഇങ്ങനെ തുടരാനും ഇങ്ങനെ നിലനിന്ന് പോകാനും മുന്നോട്ട് ഇങ്ങനെ പോകാനും ഒക്കെ കാരണമായത് ഈ മകൾ കൊടുത്ത സന്തോഷമാണ്. അതായത് ഈ മകളാണ് ഭാവിയിലേക്കുള്ള ആശ കൊടുത്തത് മകളാണ്. എന്നിട്ടാണ് ആ മകളാണ് പെട്ടെന്നൊരു ദിവസം പോയത്. മകളുടെ വിവാഹ സമയത്ത് മകളുടെ ആ ഒരു രൂപം, സുന്ദരമായിട്ടുള്ള രൂപം, മകളുടെ എക്സ്പ്രഷൻസ് ഒക്കെ കാണുന്ന സമയത്ത് കവി തൻ്റെ പാസ്റ്റിലേക്ക് പോവാണ്. ഭാര്യേനെ പറ്റി ഓർമ്മിക്കുകയാണ്. ഭാര്യയുടെ മുഖത്തുള്ള ഭാര്യേനെ പോലെ തന്നെയാണ് മകൾ. അപ്പോൾ ആ ഒരു സൗന്ദര്യവും, ഭാര്യയിൽ കണ്ട സൗന്ദര്യവും നാണവും ഒക്കെ മകളിൽ പിന്നെയും തിരിച്ച് കാണുവാണ്. ആ സമയത്ത് ഉയർന്ന സംഗീതം ഭാര്യൻ്റെ കൂട്ടത്തുള്ള സമയത്ത് ഒന്നിച്ച് പാടിയ സംഗീതം പോലെയൊക്കെ തോന്നാണ് കവിക്ക്. ആ സമയത്ത് പ്രകൃതി പോലും ഒരു ദാമ്പത്യ ഭാവം കൈക്കൊണ്ടു എന്നാണ് കവി പറയണത്. ആ സമയത്ത് സാധാരണ വിവാഹങ്ങളിലൊക്കെ കന്യയുടെ, അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നടക്കുന്ന താളമേളകളും ബഹളങ്ങളും ഒന്നും ഉണ്ടായില്ല ഈ കവിൻ്റെ മകളുടെ മാരേജിൻ്റെ സമയത്ത്. പക്ഷെ എന്നിട്ടും ഈ മകളെ കാണുമ്പം അവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന പോലെ കവിക്ക് ഫീൽ ചെയ്യണേ. ഈ വിവാഹത്തിന് ശേഷം ഈ അമ്മമാർ പെൺകുട്ടിയൊക്കെ ഓരോ ക്ലാസ് എടുക്കുമല്ലോ. അപ്പോൾ അമ്മ ഇല്ലാത്തത് കാരണം ഈ കവിക്ക്, ഈ കവിയാണ് മകളെ വളർത്തിയതും ഒക്കെ. അപ്പം ഈ കവിയാണ് അമ്മയ്ക്ക് പകരം മകൾക്ക് ആ ശിക്ഷയൊക്കെ കൊടുത്തത്. ഈ കണ്ണു മഹർഷി ശകുന്തളയ്ക്ക് അമ്മയില്ലായിരുന്നല്ലോ, ആ കണ്ണു മഹർഷിയിൽ അവളെ വളർത്തിയത്. അപ്പോൾ അദ്ദേഹം ശിക്ഷ കൊടുത്തതുപോലെ ആണ് കവി തൻ്റെ മകൾ സരോജിന് ശിക്ഷ കൊടുത്തത്. അടുത്ത് ശകുന്തളയും മകളെയും കൂടി ഇങ്ങനെ കമ്പയർ ചെയ്യാണ്. ഏറെക്കുറെ രണ്ടുപേരും അമ്മയില്ലാണ്ട് വളർന്നവരാണ്. ശകുന്തളയുടെ അമ്മ അവളെ വിട്ടിട്ട് പോയി. പക്ഷേ ഇവിടെ സരോജിൻ്റെ അമ്മയാണെങ്കിൽ മൊത്തത്തിലിങ്ങനെ മരിച്ചു പോയതല്ലേ, നഷ്ടപ്പെട്ടു പോയതാണ്. എന്നാൽ ഈ അമ്മയില്ലാത്ത ദുഃഖം രണ്ടുപേരും തുല്യരാണത് കാരണം. അതുപോലെ രണ്ട് പെൺകുട്ടികളുടെയും അവസ്ഥയും ഏറെക്കുറെ സെയിം ആണല്ലോ. അച്ഛന്മാരാ നോക്കിയത്, അമ്മയില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും സെയിം ആയിരുന്നു. എങ്ങനെയാണോ മേഘം ഭൂമിയിലേക്ക് മഴ പൊഴിക്കുന്നത്, അതുപോലെയാണ് നാനാനാനിയും മാമയും എല്ലാവരും ഈ സരോജിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു, സ്നേഹവർഷം പൊഴിച്ചു എന്നൊക്കെയാണ് കവി പറയണേ. എല്ലാവരും അവളുടെ സുഖത്തിലും ദുഃഖത്തിലും അവളുടെ കൂടെ നിൽക്കുകയും എപ്പോഴും അവളുടെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ സരോജിൻ്റെ അമ്മ മനോഹര, അവളെ നോക്കിയതും അവളുടെ അച്ഛനും അമ്മയാണ്. അതുപോലെ ഈ സരോജിനെ നോക്കിയതും അവളുടെ അമ്മയുടെ അച്ഛനും അമ്മയൊക്കെയാണ്. അവരുടെ മടിയിലിരുന്ന് കുഞ്ഞിലേ തൊട്ട് സ്നേഹം കിട്ടി വളർന്ന് മരണസമയത്തും അവരുടെ കൂടെ ആയിരുന്നു. അപ്പം മകളുടെ സുന്ദരമായ കണ്ണുകളടഞ്ഞത് അവരുടെ സ്നേഹം നിറഞ്ഞ ഗോതിൽ മടിയിലിരുന്നുകൊണ്ടായിരുന്നു. അതായത് ആ സ്നേഹമയമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ടാണ് മകൾ മരിച്ചത്. മകൾ മരിച്ച് 2 വർഷത്തിന് ശേഷമാണ് ആ ഒരു ദുഃഖത്തിൽ കവി എഴുതുന്നത്. അപ്പോൾ കവി പറയാണ്, നീ മകൾ മാത്രമായിരുന്നു ഏകം ആശ്വാസമായിരുന്നത്, ആകെ ഉണ്ടായിരുന്ന സന്തോഷം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് മൊത്തം ദുഃഖത്താൽ വിഷമത്താൽ മൂടിയിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം മകളോടിങ്ങനെ വിലപിക്കുകയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അയാൾ എന്ത് ചെയ്താലും നല്ലതോ ചീത്തയോ എന്തായാലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മത്തിൽ മിച്ചമായിട്ടുള്ള എല്ലാ പുണ്യങ്ങളും മകൾക്ക് നൽകുകയാണ്. മകൾക്ക് ഇങ്ങനെ സമർപ്പിക്കുന്നതായിട്ടാണ്
ലാസ്റ്റ് പറയണത്.